അതിപ്പോ ഈ സാഹചര്യത്തിൽ ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നൊന്നുമല്ല. പക്ഷെ അതിന്റെ ചില ലീഗൽ വശങ്ങൾ പറയാം. ഇപ്പം കണ്ടീഷണൽ ആയിട്ടുള്ള ബെയിലാണ് നൽകിയിരിക്കുന്നത്. കണ്ടീഷണൽ ബെയില് കൊടുത്ത് അവർ പുറത്തിറങ്ങി. സ്വാഭാവികമായിട്ടും ഇനി കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് അത് പോകുന്നത്. മറ്റൊരു ഓപ്ഷൻ ഉള്ളതാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേസ് റദ്ദ് ചെയ്യുക, അല്ലെങ്കിൽ എഫ്ഐആർ മാത്രമേ ഉള്ളൂ. അതിന്റെ കുറ്റപത്രം സമർപ്പിച്ച് കേസായിട്ട് ചാർജ് ആയിട്ടില്ല. എഫ്ഐആർ കോഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എഫ്ഐആറിലെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല, പ്രാഥമികമായി നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് ഈ കേസ് തന്നെ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ NIA കോടതിയിൽ തന്നെ പെറ്റീഷൻ എഫ്ഐആർ കോഷ് ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഹൈക്കോടതിയെ സമീപിക്കാം. അപ്പൊ ഹൈക്കോടതിയെ സമീപിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന വിചാരണ നടക്കുന്ന NIA കോടതിയിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ പോലീസ് ചൂണ്ടിക്കാണിയിരിക്കുന്ന, പ്രോസിക്യൂഷൻ കാണിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർക്കെതിരെ മതപരിവർത്തനം, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ലീഗൽ ആപ്ലിക്കേഷൻസ് അവിടെയുണ്ട്. അവിടെ ഒരു പ്രധാനമായിട്ട് ഇവരെ ഒരുപക്ഷെ സഹായിച്ചേക്കുന്നത് ഈ വിക്ടിംസ് ആയിട്ടുള്ളവരുടെ മൊഴികളാണ്. എഫ്ഐആർ കോഷ് ചെയ്യണമെങ്കിൽ അവരുടെ മൊഴി അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ വളരെ പരമപ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് ഹൈക്കോടതി എടുക്കുക. കാരണം വിക്ടിംസിന്റെ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും, അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ആ സ്റ്റേറ്റ്മെന്റ് കോടതി പോലീസിനെ കൊണ്ട് അന്നുകൂടെ അന്വേഷിപ്പിച്ച് അത് വെരിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഹൈക്കോടതിക്ക് സ്വമേധയായി കേസുകൾ നിലനിൽക്കുന്നതല്ല, ഇത് എഫ്ഐആർ നിലനിൽക്കുന്നതെന്ന് കണ്ടെത്തി കേസ് റദ്ദ് ചെയ്യാൻ സാധിക്കും. വിചാരണ കോടതിക്കും അത് സാധിക്കും. അപ്പൊ ഇവിടെ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ഈ ഇരകളായിട്ടുള്ളവരുടെ, അവരാദ്യം പോലീസിൽ മൊഴി കൊടുത്തു, അവർ തന്നെ പറയുന്നു ഈ മൊഴി ഞങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വാങ്ങിപ്പിച്ചതാണെന്ന് പറയുന്നു. അതിനുശേഷം പത്രമാധ്യമങ്ങളുടെ മുമ്പിലും അവർ ആ ചിന്തകൾ പറഞ്ഞു. കോടതിയുടെ പരിധിയിലേക്ക് ഈ പെറ്റീഷൻ എത്തുമ്പോൾ കോടതിയും അവരുടെ ആ മൊഴി എടുക്കും. അത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമാണ്. നമുക്കറിയാം പോലീസിൽ മൊഴി കൊടുക്കുമ്പോൾ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട്, പോലീസ് എന്ന് പറയപ്പോഴും സ്വാധീനിക്കപ്പെടാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ്, രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. കോടതി കുറച്ചുകൂടെ അങ്ങനെയല്ല. കോടതിക്ക് ഒരു സ്വതന്ത്ര നീതിബോധമൊക്കെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കോടതികൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം ഒക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പൊ കോടതികൾ അവരെ പരിശോധിക്കും, അവരുടെ മൊഴി നോക്കും. ആ മൊഴി അടിസ്ഥാനത്തിൽ ഇത് കോഷ് പെടാതിരിക്കാം. കാരണം അത് എന്തൊക്കെയാണ് മൊഴികൾ, ഇപ്പം കേസ് ഡയറിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ പുറത്തുനിന്ന് സംസാരിക്കുകയും പുറത്തുനിന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത വാർത്തകൾ മാത്രമല്ല, വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല. ഇതിന്റെ കേസ് ഡയറിയിൽ എന്തൊക്കെയാണോ ഹാജരാക്കിയിരിക്കുന്നത്, എന്തൊക്കെ മൊഴികളാണോ ഹാജരാക്കിയിരിക്കുന്നത്, ആ മൊഴികൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒഫൻസുകൾ നിലനിൽക്കുമോ നിലനിൽക്കത്തില്ലേ എന്നുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ കോഷ് ചെയ്യാനും കോഷ് ചെയ്യാതിരിക്കാനും, പ്രത്യേകിച്ച് ഇവിടെ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു സവിശേഷത, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ലീഗൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കേണ്ട ഒഫൻസ് അല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. UAPA പോലെയുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്ന യാതൊന്നും ഇതില്ല എന്നും, അതുകൊണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നില്ല, അതിന്റെ സാങ്ഷൻ കൊടുക്കുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് അതിന് സാങ്ഷൻ കൊടുക്കുന്നില്ല, തീരുമാനിച്ച സ്ഥിതിക്ക് ഇതൊരു സാധാരണ കേസായി മാറുന്നു. അപ്പൊ ആ സാധാരണ കേസായി മാറുമ്പോൾ അവിടെ ഈ വിക്ടിംസിന്റെ മൊഴി വളരെ പരമപ്രധാനപ്പെട്ടതാണ്. അവരെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ആ മൊഴി കന്യാസ്ത്രീക്ക് അനുകൂലമാകുകയും ചെയ്താൽ ഇത് എഫ്ഐആർ കോഷ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.